ബട്ട് റിയൽ പവർ ഓഫ് എ ഐ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല, പലർക്കും ഇന്നും അറിയില്ല. റിയൽ പവർ ഓഫ് എ ഐ ഈസ് ഇൻ ഹെൽപ്പിംഗ് യു ടു ആക്സിലറേറ്റ് ഡിസ്കവറിയാണ്. അതായത് ഒരു ലാർജ് സ്കെയിലായിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺക്ലൂഷനാണ് ഈ എ ഐ എന്ന് പറയുന്നത്. ക്യാൻ യു ഡിസൈൻ എ ട്രാജക്ടറി ടു ഗോ ടു മൂൺ? ഇപ്പോൾ എയോട് പറഞ്ഞാൽ എക്ക് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒന്നും ഇപ്പോൾ എക്ക് ചെയ്യാൻ പറ്റില്ല. ഈ എക്ക് ചെയ്യാവുന്ന എന്താണ്? ലാർജ് ഡേറ്റ ചേൺ ചെയ്തൊരു ലോജിക് ഉണ്ടാക്കാനും അതിനെ വളരെ ചെറിയ സ്പേസിൽ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ തരാൻ്റെ അപ്പുറത്തേക്ക് എ ഇപ്പോഴും വളർന്നിട്ടില്ല. ആകാശം നോക്കി നിന്ന ആ കുഞ്ഞും ഇന്നത്തെ സാറും ആകാശം നോക്കി നിൽക്കുകയാണെങ്കിൽ സാറിന് ഒരു വ്യത്യാസവും ഇല്ല. എന്നുള്ള അതേ ക്യൂരിയോസിറ്റിയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കാണ്. കോളേജിനുള്ളിൽ പഠിപ്പിക്കുന്ന ആ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ മാത്രം നോളേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആയിക്കഴിഞ്ഞാൽ അതൊരു ബ്രാഞ്ച് പഠിക്കുകയാണ്. ആ ബ്രാഞ്ചിൻ്റെ അപ്പുറം പരീക്ഷയ്ക്ക് വരാത്ത ഒരു ചോദ്യവും പഠിക്കില്ല എന്ന് തീരുമാനമെടുത്ത കുട്ടികളാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ടത് കോളേജിൽ പഠിപ്പിക്കുന്നതൊന്നും റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഈ നോളജിനെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആക്കി മാറ്റണമെങ്കിൽ അതിനകത്തൊരു ട്രാൻസ്ലേറ്ററി പാർട്ട് ഇൻവോൾവ് ആണ്. ഈ പാർട്ടിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാഷ്വൽ മൂവിയല്ല, ഞാൻ വളരെ സീരിയസ് മൂവി കാണലായിരുന്നു. ക്ലാസിക് മൂവീസ്, നിങ്ങൾ പറയുന്ന അവാർഡ് മൂവികൾ നിങ്ങൾ പറയുന്ന സ്വഭാവത്തിൽപ്പെട്ട, അത് പ്രത്യേകിച്ച് യോൾസ്കോവ്സ്കിയുടെ മൂവികൾ, കൊറോസവയുടെ മൂവികൾ, ഐസൻസ്റ്റൈൻ്റെ മൂവികളൊക്കെ കണ്ട് ത്രില്ലടിച്ചിട്ടുള്ള ഒരുത്തനാണ് ഞാൻ. കേരളത്തിലെ യുവാക്കൾക്ക് ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്ക് സ്കില്ലിങ്ങിലൂടെ പുതിയ ചിറകുകൾ നൽകാനും എപ്പോഴും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരള. വൺ ബൈ അസാപ് കേരള എന്ന പേരിൽ അസാപ് കേരള ഇന്ന് പുതിയൊരു ഇൻട്രാക്ഷൻ സീരീസിന് തുടക്കം കുറിക്കുകയാണ്. ഇങ്ങനെ ഒരു സീരീസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന വൺ ബൈ അസാപ് കേരള നേരിട്ട ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദ വെരി വൺ ക്വസ്റ്റ്യൻ, ആരായിരിക്കണം ആദ്യത്തെ അതിഥി? ചന്ദ്രനും സൂര്യനും ബഹിരാകാശവും പറഞ്ഞു പോകാതെ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ പൂർണ്ണമാകില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരിടത്തു നിന്നാണ്. കൊല്ലം ടൗണിൽ നിന്ന് TKM കോളേജിലേക്കുള്ള 5 കിലോമീറ്റർ ദൂരം പഴയൊരു സൈക്കിളിൽ ചവിട്ടിത്തീർത്ത ഒരു വിദ്യാർത്ഥിയിൽ നിന്ന്. വർഷങ്ങൾക്കിപ്പുറം ഭൂമിയിൽ നിന്ന് 3,84,000 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെയും വിജയകരമായി ലാൻഡ് ചെയ്തുകൊണ്ട് ആ പ്രതിഭ ചരിത്രമെഴുതി. ലക്ഷക്കണക്കിന് യുവ മനസ്സുകളിൽ സ്വപ്നങ്ങളുടെ പുതിയ ഭ്രമണപഥം തീർക്കാൻ ഞങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ISRO മുൻ ചെയർമാൻ, ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിൻ്റെ സ്വന്തം ശ്രീ സോംനാഥ് സാർ. സാർ നമസ്കാരം. നമസ്കാരം. സാർ, പല വലിയ യാത്രകളും ചില ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയാറുണ്ടല്ലോ. സാറിൻ്റെ ബാല്യത്തിൽ ലോകത്തെക്കുറിച്ചോ ശാസ്ത്രത്തെക്കുറിച്ചോ അത്തരത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ആ വൺ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതൊരു ചോദ്യമല്ല, അതൊരു തോന്നലാണ്. ലോകം, നമ്മളീ പറയുന്ന ലോകം എന്ന് പറയുന്ന യൂണിവേഴ്സ്, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിൻ്റെ വിശാലത, വ്യാപ്തി, ദൂരം, സമയം, ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ബോധം വന്നുണ്ടായി. കാരണം എന്ന് വെച്ചാൽ കുറച്ചധികം പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ നമ്മൾ പറയായിരിക്കും അനന്തപജ്ഞാതമായ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു സ്വാഭാവികമായ ഒരു ആഗ്രഹം അക്കാലത്തുണ്ടായി. പ്രത്യേകിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും അവയുടെ എന്താണ് നക്ഷത്രങ്ങളെന്നതിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ ഉണ്ടായതുകൊണ്ട് യൂണിവേഴ്സ് അന്നൊരു വലിയ സർപ്രൈസിങ് പാർട്ടാണ്. കാരണം അതിനെക്കുറിച്ചുള്ള അറിവ് അന്നത്തെ കാലത്ത് കുറവാണ്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ചൊക്കെ ഉള്ളൂ. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചും കുറച്ചൊക്കെ യൂണിവേഴ്സിനെ കുറിച്ചുമായിട്ട് നമുക്കന്ന് അറിയാം. അമേരിക്കയുടെ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ച് തുടങ്ങുന്ന കാലഘട്ടം, ചന്ദ്രനിലേക്ക് മനുഷ്യൻ ആദ്യം കാലെത്തുന്ന കാലഘട്ടം, ഇതൊക്കെയാണ് അന്നത്തെ കഥ. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഇൻഫർമേഷൻ കുറവുണ്ട്. എങ്കിൽ പോലും അതൊരു വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു. പ്രത്യേകിച്ച് നക്ഷത്രങ്ങളെ കാണതും. എൻ്റെ ചെറുപ്പകാലത്ത് ഉപഗ്രഹങ്ങളെ കാണാം, അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന നമുക്ക് കാണാമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ആകാശത്തേക്ക് നോക്കി മലന്നും വലിയ പറമ്പുകളിൽ, നമ്മൾ വിശാലമായ പറമ്പുകളിൽ കടന്നു കഴിഞ്ഞാൽ ഏകദേശം സൂര്യൻ അസ്തമിച്ച് അല്പം കഴിയുന്ന സമയത്ത് തിളങ്ങിയ ഒരു നക്ഷത്രം ഇങ്ങനെ ആകാശത്തൂടെ പോകുന്നത് കാണാം. ഈ നക്ഷത്രം, തിളങ്ങുന്ന നക്ഷത്രം അത് ഉപഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു അന്ന്. അപ്പോൾ ഓരോ ഡയറക്ഷനിൽ നിന്ന് വരുന്നവയെ റഷ്യയുടെയാണ് അമേരിക്കയുടെ ആണെന്നൊക്കെ അന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇതിനൊക്കെ കാണാനായിട്ട് വൈകുന്നേരങ്ങളിൽ പോയി വിശാലമായ പറമ്പുകളിലും വയലേലകളിലും ഒക്കെ ഇങ്ങനെ മലന്ന് കിടക്കുമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അക്കാലത്ത് ഇതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയ ആദ്യ തുടക്കങ്ങളും ചോദ്യങ്ങളും ഒക്കെ. സാറിനിപ്പോൾ വായനയാണ് സാറിൻ്റെ ഭാവനയെ ഏറ്റവും കൂടുതൽ വളർത്തിയത്? തീർച്ചയായിട്ടും വായനയും സ്കൂളും രണ്ടുമുണ്ട്. കാരണം എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർ വളരെ താല്പര്യമുള്ളവരായിരുന്നു സയൻസിനോടുള്ള. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ പലതൊക്കെ ചർച്ച ചെയ്യും, ഡിസ്കസ് ചെയ്യും. വീട്ടിൽ എൻ്റെ അച്ഛനും ഇതുപോലെ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്ന, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു. ആ താല്പര്യങ്ങളാണ് എനിക്കും വന്നു ചേർന്നത്.
സാർ ഒരു 6 വയസ്സുകാരൻ അന്ന് ആകാശം നോക്കിയ 6 വയസ്സുകാരനും ഇന്നത്തെ 6 വയസ്സൊന്നും അല്ല. അപ്പോൾ 6 വയസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ ആയിപ്പോയി ഇത്. കുറച്ചും കൂടെ മൂത്തോട്ടെ, ഒരു 8-9 വയസ്സ്. ആകാശം നോക്കി നിന്ന ആ കുഞ്ഞും ഇന്നത്തെ സാറും ആകാശം നോക്കി നിൽക്കുകയാണെങ്കിൽ സാറിന് ഒരു വ്യത്യാസവും ഇല്ല. അന്നുള്ള അതേ ക്യൂരിയോസിറ്റിയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് എന്തെങ്കിലും പുതിയതായിട്ട് അറിഞ്ഞെങ്കിലും ഇനി ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്നറിയാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്നും അതേ വായനയും അതേ എൻക്വയറിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ക്യൂറിയസ് ആയിരിക്കണം, എക്സൈറ്റഡ് ആയിരിക്കണം. ഒരു കാര്യം അറിയുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു ആകാംക്ഷ, അതറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഞാൻ ഇന്നും ഒരു കുട്ടി തന്നെയാണ് എസെൻഷ്യലി. ഞാൻ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഓരോ കാര്യം പഠിക്കുമ്പോഴും അറിയുമ്പോഴും ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു ജോയ് ഉണ്ടല്ലോ. അത് അന്ന് ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നു അത് ഇതുപോലെ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നു. മരിക്കുന്നവരെ അതായിരിക്കും എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആ രീതിയിലാണ് എൻ്റെ ഫ്രെയിം വർക്ക്. ഓക്കെ. സാറിൻ്റെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും സാറിൻ്റെ എല്ലാ വിജയങ്ങൾക്കും അല്ലെങ്കിൽ നേട്ടങ്ങൾക്കൊക്കെ കാരണമായി എന്ന് സാറ് വിശ്വസിക്കുന്ന ഒരു ലേണിംഗ് ഹാബിറ്റ് ചോദിച്ചാൽ അത് എന്തായിരിക്കും? ഒന്ന്, പെരിഫറലായിട്ട് പരീക്ഷ പാസ്സാകാനായിട്ട് പഠിക്കാൻ അല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, ഒരിക്കലും അല്ല. ഞാനീ പറഞ്ഞല്ലോ, ജോയ് എന്ന് പറയുന്നതാണ് പഠനത്തിൻ്റെ ഒരു എസെൻഷ്യൽ എലിമെൻറ്റ്. സന്തോഷം കണ്ടെത്തണം, അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് ജോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് എനിക്കൊരു ജോയാണ്, അല്ലാതെ ഇറ്റ്സ് നോട്ട് ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം ഒന്നുമല്ല. അപ്പോൾ ആ ജോയ് ആണ് എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിച്ചിട്ടുള്ളത്. വായിച്ചിട്ടുള്ളത്, പുസ്തകം വായിക്കുന്നത്, നോവൽ വായിക്കുന്നത്, സിനിമ കാണുന്നത് എല്ലാം ആ ജോയെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വേറെയാണ്. റിസൾട്ട് വിൽ നാച്ചുറലി കം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് പറയുകയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ എക്സാം റിസൾട്ടായിട്ട് വരും, പ്രൊഫഷണൽ സക്സസ് ആയിട്ട് വരും. ഞാൻ 40 വർഷം ISRO വർക്ക് ചെയ്തു. 40 വർഷം വെറും 4 വർഷമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്നലെയെങ്കോ ജോയിൻ ചെയ്ത ഒരാളെന്ന നിലയിലാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത്. ഞാനിപ്പോഴും ഇത്രയും വയസ്സായിട്ടും ഇപ്പോഴും ചെറുപ്പക്കാരനാണെന്നാണ് ചിന്തിച്ചാൽ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ്. ലൈഫിനെ വളരെ ജോയ്ഫുള്ളായിട്ടും എക്സൈറ്റിംഗ് ആയിട്ടും കാണുക എന്നുള്ളതാണ് പഠനത്തിലും പ്രൊഫഷനിലും ഏറ്റവും നന്നായിട്ടുള്ള ഒരു റോൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാൻ വെച്ചൊരു ചോദ്യം സാർ ഇത് പറഞ്ഞതുകൊണ്ട് നേരത്തെ ചോദിക്കാം. സാറിൻ്റെ കരിയറിൽ ക്ലാസ് റൂമിൽ നിന്ന് നേടിയ പഠനമാണോ അതോ ക്ലാസ് റൂമിന് പുറത്തുനിന്ന് നേടിയ അറിവുകളാണോ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്? രണ്ടും. ക്ലാസ് റൂം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ, ഇന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, ഞാൻ പഠിക്കുന്ന കാലഘട്ടം ഇപ്പോഴും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നത്തെ ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള വഴി. അന്ന് സാറുമാർക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ, നമുക്കൊന്നും അറിഞ്ഞൂടാ. ആ സാറുമാർക്ക് അറിയാവുന്ന ടെക്സ്റ്റ് ബുക്കിലല്ലാത്ത വേറൊരു അറിവും നമ്മുടെ മുമ്പിലേക്ക് വരാനായിട്ടുള്ള വഴികളില്ല. പുസ്തകങ്ങളുണ്ട്, സാറുമാരുണ്ട്, ലൈബ്രറി ഉണ്ട്. ഇതിൻ്റെ അപ്പുറം വേറൊരു വഴിയുമില്ല. ഇൻ്റർനെറ്റ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, നമുക്ക് മറ്റ് ആക്സസ് ഇല്ല. ഈ പഠിപ്പിക്കുന്ന അധ്യാപകരല്ലാതെ മറ്റൊരു അധ്യാപകൻ ലോകത്തുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നാച്ചുറലി നമുക്ക് സ്കൂൾ കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതായിരുന്നു സോഴ്സ്. അപ്പോൾ ആ സോഴ്സിനെ മാറ്റി വയ്ക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ കോളേജിന് പുറത്തുള്ള അറിവ് എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലുള്ള അറിവാണ്. അതൊരു സോഷ്യൽ നോളജാണ്, നോട്ട് സയൻറ്റിഫിക്കോ ടെക്നിക്കൽ നോളജ് അല്ല. അതൊരുപാട് തലത്തിലുണ്ട്. ഒന്ന്, ടീമിനോട് വർക്ക് ചെയ്യുക, സ്കില്ല് ചെയ്യുക, പല കാര്യങ്ങളും പ്രോബ്ലം സോൾവ് ചെയ്തോ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ട് ചെയ്തോ പരിഹരിക്കുക. ഇതൊക്കെ എക്സ്റ്റേണൽ ലേണിങ്ങിൻ്റെ പാർട്ടാണ്. അത്തരം കാര്യങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു പലതും. സാർ, കേരളത്തിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ ഇൻഡസ്ട്രി പറയുന്നത് എംപ്ലോയബിൾ ടാലൻറ്റിനെ കിട്ടാനില്ല എന്നാണ്. എവിടെയാണ് ഈ സ്കിൽ ഗ്യാപ്പ് വരുന്നത്? അത് അറിവിലാണോ, സ്കില്ലിലാണോ, അതോ മനോഭാവത്തിലാണോ? അവർ പറയുന്ന ഗ്യാപ്പ് എക്സാക്ട്ലി അതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എംപ്ലോയബിലിറ്റിയുടെ ഇഷ്യൂ അല്ലത്, അതില്ലെങ്കിൽ സ്കില്ലിൻ്റെ ഇഷ്യൂവും അല്ല. എസെൻഷ്യലി കാണുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണല്ലോ റെഗുലറായിട്ട്. ISROയിൽ ജോയിൻ ചെയ്യുന്നവർ മാത്രമല്ല, അല്ലാത്തവരും. അവരുടെ ഏറ്റവും പ്രധാന പ്രശ്നം, അവർ 1-2 പ്രോബ്ലം ഉണ്ട്. ഞാനതിലൊന്ന് ബ്രീഫിലേ വരാം. ഒന്ന്, സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കാണ്. ഞാനിപ്പോൾ സ്കിൽഡ് ആണെങ്കിൽ ആ സ്കില്ല് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ ലാംഗ്വേജ്, യു നീഡ് ടു ഹാവ് എ മെത്തേഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ഐ പൊസസ് ദ സ്കിൽ. അതിനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഒന്ന് ലാംഗ്വേജാണ്, റൈറ്റിംഗ് ആണ്, പ്രസൻറ്റേഷനാണ്, ഐഡിയേഷനാണ്. ഐഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡിയയെ എങ്ങനെ അതൊരു മൂർത്തഭാവം കൊടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാമെന്നുള്ളത്. ഈ സ്കില്ല് വീക്കാണ്. ഇതും പറഞ്ഞാൽ ആരും ബ്രില്യൻസ് അല്ലാതെ ഇല്ല. എല്ലാവരും നല്ല കഴിവുള്ളവരും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. സ്കിൽഡ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൽ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ് സ്കിൽ. അപ്പോൾ ഈ സ്കില്ല് ആബ്സെൻ്റ് ആണ്. ഇന്ന് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിലും കോളേജുകളിലും ഈ പരിപാടി പഠിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
കോളേജിനുള്ളിൽ പഠിപ്പിക്കുന്ന ആ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ മാത്രം നോളേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ലോകം എന്നാൽ ആ ഒരു വളരെ ലിമിറ്റഡ് ബൗണ്ടറിക്കുള്ളിലല്ല. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡൊമൈൻ പഠിക്കുകയാണ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അതൊരു ബ്രാഞ്ച് പഠിക്കുകയാണ്. ആ ബ്രാഞ്ചിൻ്റെ അപ്പുറം പരീക്ഷയ്ക്ക് വരാത്ത ഒരു ചോദ്യവും പഠിക്കില്ല എന്ന് തീരുമാനമെടുത്ത കുട്ടികളാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത്. പക്ഷേ ലോകം അങ്ങനെയല്ല പോകുന്നത്. ലോകത്തിൽ റിയലി ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് വേണ്ടത് എക്രോസ് ഡിസിപ്ലിൻ ഒരു ലാർജ് സ്പെക്ട്രം ഡീപ്പർ നോളജ് വേണ്ട, ഒരു പെരിഫറൽ അവയർനെസ് വേണം. ഈ അവയർനെസ്സിൻ്റെ ആബ്സെൻസ് പലപ്പോഴും ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനും അതനുസരിച്ച് ഉത്തരങ്ങൾ നൽകാനും കഴിയില്ല. കാരണം റിയൽ ലൈഫിലെ ക്വസ്റ്റ്യനുകൾ പലതും നിങ്ങൾ പഠിച്ച സാധനം അല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് കോളേജിൽ പഠിപ്പിക്കുന്നതൊന്നും റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അത് മനസ്സിലാക്കാൻ ആദ്യം കാരണം റിയൽ ലൈഫിൽ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. കോളേജ് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? റിയൽ ലൈഫിൽ വരുന്ന പ്രോബ്ലത്തെ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് സൊല്യൂഷൻ കണ്ടെത്താനുമുള്ള ഒരു സ്കില്ല് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. യു ഡു നോട്ട് നോ എവറിത്തിങ്. കാരണം ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് നിങ്ങൾ പഠിച്ച പുസ്തകത്തിലുള്ള ഇക്വേഷനോ ഫോർമുലകളോ ടെക്നിക്കോ അല്ല, അതിൻ്റെ അപ്പുറം വേറെ പലതാണ്. അപ്പോൾ എനിക്ക് ഇതിനുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ, കൺവേയിങ് വാട്ട് യു നോ, അതിനുള്ളൊരു സ്കില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ട്, എക്രോസ് ഡിസിപ്ലിനും മൾട്ടി ഡിസിപ്ലിനറി ടാലൻറ്റുകളും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനും അപ്രോച്ച് ചെയ്യാനും പഠിപ്പിക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകളുണ്ട്. അവിടെയാണ് നിങ്ങൾ കാണുന്നത് റിയലി ഒരു ഇൻഡസ്ട്രി എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, റിയലി ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് ഈ ഒരു വെരി ലിമിറ്റഡ് ബൗണ്ടറിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇതേ ഉള്ളൊരു വീക്ക്നെസ് എനിക്ക് തോന്നുന്നു പലപ്പോഴും. സർ, ഈ ഒരു സ്കിൽ ഗ്യാപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ആണോ അതോ സിസ്റ്റമാണോ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്? എനിക്ക് തോന്നുന്നു രണ്ടിനും അതിൻ്റെതായ റോൾസ് ഉണ്ട്. ഒന്ന് സിസ്റ്റത്തിന് അതിൻ്റെ റോൾസ് ഉണ്ട്, സ്റ്റുഡൻസിൻ്റെ റോളുണ്ട്. ഞങ്ങൾ ആദ്യം സ്റ്റുഡൻസിൻ്റെ റോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ റെഗുലർ കോഴ്സിൻ്റെ ഒപ്പം തന്നെ അപ്സ്കിൽ ചെയ്യാവുന്ന ഒരുപാട് കോഴ്സുകൾ ലാറ്ററലി ചെയ്യാനും അതിൻ്റെ നിങ്ങളുടെ ചിലപ്പോൾ ഒരു അക്കാഡമിക് ക്രെഡിറ്റ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരെ ഇന്നുണ്ട്. കഴിയാവുന്ന ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക, അപ്സ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ട്, ഒരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ആ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യണം. അത് സോഷ്യൽ വർക്കിലാകാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡീസിൽ വർക്ക് ചെയ്യുന്നതിലൂടെ IEEE പോലെയുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസോസിയേഷനുകളിൽ വർക്ക് ചെയ്യുന്നതുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റി പുറക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ടീം പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു പബ്ലിക്കേഷൻ ആയിരിക്കും. ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഇത് റെഗുലറായിട്ട് അതിനകത്ത് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇൻഡസ്ട്രിക്ക് നിങ്ങൾ ആ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അവർ അതാണ് റെഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ഒത്തൻറ്റിസിറ്റി ഓഫ് റിപ്പോർട്ടിംഗ് അതിൽ വരും. അതുപോലെ തന്നെയുള്ളതാണ് കോഴ്സുകൾ. പിന്നെ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഡൊമൈൻ മാത്രമല്ല സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. ഒരു ബന്ധമില്ലാത്തൊരു ഡൊമൈനിലും പഠിക്കണം. ചിലപ്പോൾ അത് ലാംഗ്വേജ് ആയിരിക്കും, ലോ ആയിരിക്കും, ആർട്ട് ആൻഡ് കൾച്ചർ ആയിരിക്കും, മ്യൂസിക് ആയിരിക്കും. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബിൽഡ് ബൈ വൺ ഡൊമൈൻ അലോൺ. ഒരു കംപ്ലീറ്റ് പേഴ്സൺ എപ്പോഴും സോഷ്യലി കണക്റ്റഡ് ആണ്. സോഷ്യൽ കണക്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു റിയൽ ലൈഫ് പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടത് ആ കണക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ മെൻറ്റർഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്, ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യുകയാണ്, അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ കാണുന്ന പ്രോബ്ലംസ് ഏറ്റെടുത്ത് സോൾവ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഒരു വോളണ്ടറി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഫുൾ സ്കെയിൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റിയുടെ പാർട്ടാണ്. ഇതൊന്നും ചെയ്യുന്നതിന് മാറി നിൽക്കാനേ പാടില്ല കുട്ടികൾ. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എഡ്യൂക്കേഷനിൽ തന്നെ. സ്കില്ലിങ് അതൊരു മെയിൻ പാർട്ടായിട്ട് വരുന്നുണ്ട്. സ്കില്ലിങ്ങിൽ നിങ്ങളെന്ന് വിചാരിക്കരുത് കൈകൊണ്ട് ജോലി ചെയ്യുന്നത് മാത്രമാണ് സ്കില്ലെന്ന്. സ്കിൽ ബേസിക്കലി അതൊരു ആപ്റ്റിറ്റ്യൂഡാണ്. ഓക്കെ, നിങ്ങൾ പുസ്തകത്തിൽ പഠിക്കുന്ന മാത്രം പഠിച്ച് കാണാപ്പാടം പഠിച്ച് ഡെലിവർ ചെയ്യുന്ന ഒരു മെഷീൻ അല്ലെന്നും അൾട്ടിമേറ്റ്ലി ഈ നോളജിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ എൻറ്റിറ്റി ആകണമെന്ന് മനസ്സിലാകണമെങ്കിൽ അത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ട്രാൻസ്ഫോർമേഷൻ, ഈ നോളജിനെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആക്കി മാറ്റണമെങ്കിൽ അതിനകത്തൊരു ട്രാൻസ്ലേറ്ററി പാർട്ട് ഇൻവോൾവ് ആണ്. ഈ പാർട്ടിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് സ്കിൽ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ പ്രോബ്ലമായിട്ടും ഫിസിക്സിനെ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നവർക്ക് ഈ മാത്തമാറ്റിക്സ് എങ്ങനെയാണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു ബോധമില്ലാതെ പഠിക്കുന്നവരുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും അതെല്ലാം അതുപോലെ തന്നെയാണ്, കമ്പ്യൂട്ടർ സയൻസും അങ്ങനെയാണ്. അപ്പോൾ ഈ ലിങ്കിനെയാണ് സ്കില്ലെന്ന് പറയുന്നത്. റിയൽ ലൈഫും തിയറിയും
റിയൽ ലൈഫും ട്രെയിനിങ്ങും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധത്തെക്കുറിച്ചുള്ള ബോധത്തിനെയാണ് സ്കില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പല പല രീതിയിൽ ചെയ്യാം. അത് എക്സാമിനേഷനിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു എക്സാം റിഫോംസ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട്. വൺസ് എക്സാം ഈസ് റിഫോംഡ്, കുട്ടികളൊക്കെ ആ രീതിയിലേക്ക് റിഫോം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സാറിൻ്റെ ലൈഫിൽ ശാസ്ത്രത്തിനപ്പുറം സാറ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മറ്റ് മേഖലകൾ എന്തൊക്കെയാണ്? ഞാൻ എസെൻഷ്യലി ഒരു എഞ്ചിനീയറാണ്, ഒരു ശാസ്ത്രജ്ഞനല്ല. ഒരു എഞ്ചിനീയർ ശാസ്ത്രം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശാസ്ത്രജ്ഞൻ്റെ പ്രധാന റോൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത നോളജിനെ ഉണ്ടാക്കുക, അതാണ് ശാസ്ത്രജ്ഞൻ്റെ റോൾ. എഞ്ചിനീയർ റോൾ അതല്ല. എഞ്ചിനീയർ റോൾ എന്ന് പറഞ്ഞാൽ ഉള്ള നോളജ് ഉപയോഗിച്ച് ഒരു ഗിവൺ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ആ പാർട്ടിലാണ് കുറേ കൂടെ സ്കിൽഡ്. റോക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, റോക്കറ്റിൻ്റെ ഇക്വേഷനൊക്കെ പണ്ട് 300 വർഷം മുമ്പ് സിയോൾസ്കി ന്യൂട്ടനെ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉള്ളതാണ്, പുതിയതായിട്ടൊന്നുമില്ല. പക്ഷെ അതിനെ ഒരു റോക്കറ്റാക്കി മാറ്റുക എന്നുള്ള ട്രാൻസ്ലേറ്ററി വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് എഞ്ചിനീയറിംഗ് സൊല്യൂഷനാണ്. അതിനുള്ളത് വേണ്ടത് സ്കില്ലെന്ന് പറഞ്ഞാൽ ടീം വർക്ക്, മൾട്ടി ഡിസിപ്ലിനറി അണ്ടർസ്റ്റാൻഡിങ്, പല പല ഡൊമൈനുകൾ എങ്ങനെയാണ് ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതെന്ന് അവ തമ്മിലുള്ള ഒരു ഇൻ്റർപ്ലേ ഉണ്ട്. ആ ഇൻ്റർപ്ലേ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. നിങ്ങൾ മ്യൂസിക്കിലെ പോലെ സ്വരരാഗ താള ലയങ്ങൾ ഒരുമിച്ച് ചേരുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, അതുപോലെ മ്യൂസിക്കിലെ പോലെ തന്നെയാണ് ഇതും. എഞ്ചിനീയറിംഗ് അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ്. അതിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എന്നൊരു ഡിസ്റ്റിങ്ഷനൊന്നുമില്ല. ഇതെല്ലാം ചേരുന്ന ഒരു അസിമുലേഷനാണ് ഒരു സിസ്റ്റം. നിങ്ങൾ മൊബൈൽ ഫോൺ പോലൊരു വളരെ കോംപ്ലക്സ് പ്രൊഡക്റ്റാണ്. അതിനകത്ത് ഇലക്ട്രോണിക്സ് അല്ല, അതിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടോപ്പ് ആൻഡ് സ്കില്ലാണ് അതിനകത്ത് അവൈലബിൾ. കെമിക്കൽ എഞ്ചിനീയറിംഗ് അതിനകത്ത് ഇഷ്ടം പോലെയുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന അഡസീവ്സ്, സീലൻസ്, വാട്ടർ റെസിസ്റ്റൻസ്, അതിനകത്തുള്ള എനർജി സിസ്റ്റം, ഇതെല്ലാം കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ടോപ്പ് എൻഡാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, RF സിസ്റ്റം ഉണ്ട്, എത്രയോ സിസ്റ്റങ്ങൾ ചേർന്നൊരു കോംപ്ലക്സ് പ്രൊഡക്റ്റാണ് മൊബൈൽ ഫോൺ. അപ്പോൾ അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡൊമൈൻ ആളുകൾ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. പാക്കേജിങ്ങിൻ്റെ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിൻ്റെ എർഗണോമിക്സ് എന്ന് പറയുന്ന ബ്യൂട്ടി ഓഫ് യൂസിങ് ഉണ്ട്, അതിൻ്റെ ഹൗ ഹ്യൂമൻ ബീയിങ് ഇൻട്രാക്ട് വിത്ത് മെഷീൻ എന്നതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സെൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അവരുണ്ടാക്കിയ ഒരു പെട്ടിയായിരിക്കും അത്. ഇറ്റ് വിൽ നോട്ട് സെൽ. സോ അൾട്ടിമേറ്റ്ലി ഈ സ്കില്ലുകളെല്ലാം ടുവേർഡ്സ് സോൾവിങ് വൺസ് പ്രോബ്ലം, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗിന് അപ്പുറം സാറിന് ഇഷ്ടമുള്ള മറ്റ് മേഖലകൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ട്. ഒന്ന് മ്യൂസിക്, അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ചെറുപ്പകാലത്ത് ആഗ്രഹിച്ചിരുന്നു, പഠിക്കാൻ പറ്റിയില്ല. അതിനുശേഷം വയസ്സായപ്പോഴാണ് ഞാൻ പഠിച്ചത്, പ്രൊഫഷണലി പഠിച്ചത് കർണാട്ടിക് മ്യൂസിക്. കീബോർഡ് പ്ലേ ചെയ്യാൻ പഠിച്ചു. അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. മൂവി ആയിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ടോപ്പിക്ക്. ഞാൻ മിക്കവാറും 3-4 മൂവി ഒരാഴ്ച കാണുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു പഠിക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ. മൂവിയോടുള്ള ഒരു അഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന കാഷ്വൽ മൂവിയല്ല, ഞാൻ വളരെ സീരിയസ് മൂവി കാണലായിരുന്നു. ക്ലാസിക് മൂവീസ്, നിങ്ങൾ പറയുന്ന അവാർഡ് മൂവികൾ, നിങ്ങൾ പറയുന്ന സ്വഭാവത്തിൽപ്പെട്ട മൂവി മേക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുക, അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ സ്ട്രക്ചർ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. അല്ലാതെ മൂവി കണ്ടിട്ട് ആവശ്യിച്ചു പോരുകയല്ല. അതിൻ്റെ എങ്ങനെ ഫ്രെയിം ചെയ്തു, അതെങ്ങനെ അത് എഴുതി, അതെങ്ങനെ അത് പ്രത്യേകിച്ച് സിയോൾസ്കോവ്സ്കിയുടെ മൂവികൾ, കൊറോസവയുടെ മൂവികൾ, ഐസൻസ്റ്റൈൻ്റെ മൂവികളൊക്കെ കണ്ട് ത്രില്ലടിച്ചിട്ടുള്ള ഒരുത്തനാണ് ഞാൻ. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ മൂവി എൻ്റെ ഒരു ക്രേസ് ആയിരുന്നു. പിന്നെ ഒരുപാടുണ്ട്. അങ്ങനെ കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു ഞാൻ. കോളേജിൽ പെയിൻറ്റിങ്, കാർട്ടൂണിങ്, സ്കെച്ചിങ്ങിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് യാത്രകൾ. പ്രായത്തിലും സാറ് ഇതെല്ലാം തുടർന്നുകൊണ്ടിരുന്നു? ഇല്ല, അങ്ങനെ തുടരാൻ പറ്റില്ലല്ലോ. ഞാനൊരു പ്രൊഫഷണലായി മാറി. ഞാൻ ISRO ജോയിൻ ചെയ്തപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് എഞ്ചിനീയറായിട്ട് മാറി. റോക്കറ്റ് നിർമ്മാണമായി എൻ്റെ ജോലി. പിന്നെ ഞാൻ മറ്റൊന്നിലേക്കും പോയിട്ടില്ല. പക്ഷേ മൂവി കാണുമായിരുന്നു ആ കാലഘട്ടത്തിലെന്നല്ലാതെ ഞാൻ എൻ്റെ കാർട്ടൂണൊക്കെ ഞാൻ അടച്ചുപൂട്ടി. മ്യൂസിക് ഞാൻ ഇല്ലാതാക്കി. എൻ്റെ 10 വർഷം, ഒരു 15 വർഷത്തോളം ഞാൻ അതിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആദ്യകാലത്തിൽ വർക്ക് ചെയ്തത്. വേറെ ഒന്നും വീട്ടിൽ പോലും പോവില്ല, ഫുൾ ടൈം ഓഫീസിൽ തന്നെയായിരുന്നു. ആ ഒരു ഏർലി ഫേസ് ഓഫ് മൈ കരിയർ അതൊരു 100% ഡെഡിക്കേഷനാണ്. പിന്നെ കുറച്ചൊക്കെ റിലാക്സ്ഡ് ആയി എന്ന് പറയാം. ഞാൻ ഹയർ സ്റ്റഡീസിനൊക്കെ പോയി എന്നൊക്കെ. പിന്നെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു സീനിയർ പൊസിഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ. പക്ഷേ യങ്ങർ ഏജിൽ ഐ വാസ് ഫുള്ളി ഓൺ ഇറ്റ്. ദർ വാസ് നത്തിങ് എൽസ്, നോ അതർ പാഷൻ. അങ്ങനെയായിരുന്നു. ഒരു സിനിമ കാണാൻ കൊതിച്ചിട്ട് അത് കാണാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിഷമിച്ച അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലും ഇല്ല. സിനിമ കാണാൻ കൊതിച്ചാൽ കണ്ടിരിക്കും. അത് പട്ടിണി കിടന്നാണെങ്കിലും കാണുമായിരുന്നു ഞാൻ. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഡിന്നറിന് കാശുണ്ടാവില്ലായിരുന്നു. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമയ്ക്ക് കാണുമായിരുന്നു. ഡിന്നർ വേണ്ടെന്ന് വയ്ക്കും, കാരണം അന്ന് ഇഷ്ടംപോലെ പൈസ എന്നുള്ള കാലഘട്ടമൊന്നും അല്ലല്ലോ. അപ്പോൾ സിനിമ കാണുക എന്നുള്ളതായിരുന്നു ടോപ്പ് പ്രയോറിറ്റി, അല്ലാതെ ആഹാരം കഴിക്കുക എന്നുള്ളത് പോലും അല്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടം. അപ്പോൾ ഒരു സിനിമ പോലും മിസ്സായിട്ടില്ല. ആഗ്രഹിച്ച എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയർ ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമയിൽ പോയാലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എഞ്ചിനീയർ ആകാനാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയില്ലെങ്കിൽ എന്നുള്ള ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഐ വാസ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഓക്കെ. ഇപ്പോൾ സിനിമയെ കുറിച്ച് താല്പര്യമുണ്ടല്ലോ? ഇപ്പോഴുണ്ട്, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ഒരു റെഗുലാരിറ്റി ഒന്നും അതിനില്ല. സാർ, ഇനി വീണ്ടും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇതിലോട്ട് വന്നാൽ, സാറിന് ISROക്ക് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു
ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പോൾ മാർക്ക് ലിസ്റ്റ്, സ്കോർ ഷീറ്റ്, സർട്ടിഫിക്കറ്റ്സ്, അതിനപ്പുറത്തേക്ക് ആ സ്റ്റുഡൻറ്റിനെ ISROക്ക് ഉപയോഗിക്കാം എന്ന് സാറിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റി എന്തായിരിക്കും? വൺ പൊട്ടൻഷ്യൽ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ കോംപ്രിഹെൻഷൻ എബിലിറ്റിയാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാക്റ്റിൻ്റെ റിപ്ലൈ ആയിട്ട് വരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്, അതൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് അതിനൊരു ആൻസറും ഉണ്ട്. അതൊരു ജസ്റ്റ് എ നോളജ് ഓഫ് അസിമുലേഷൻ, കുറേ ഫാക്ട്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയല്ല ചോദ്യം ലൈഫിലെ ചോദ്യങ്ങളൊന്നും അങ്ങനെയല്ല. ലൈഫിലെ ചോദ്യങ്ങളൊന്നും ഇത്ര സിമ്പിളല്ല. അപ്പോൾ ആ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അതിനകത്തുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ ഫണ്ടമെൻ്റൽ നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയത്? വാട്ട് ഈസ് ദാറ്റ് ട്രിഗേർഡ് യു ആ സമയത്ത്? ആ വാക്കിനെക്കുറിച്ചോ ആ ക്വസ്റ്റിനെ കുറിച്ചോ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രകാശത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് എന്താ പ്രകാശം എന്ന് പറയൂ എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? പ്രകാശം എന്താണെന്ന് പറയാൻ ഒരാളോട് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ്. അതിനൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, അതൊരു എൻ്റെ കണ്ണിലുണ്ടാവുന്ന സെൻസാണ്, അതിനകത്ത് 7 കളറുണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പറയാം. പക്ഷേ അതിനകത്തുള്ളൊരു ഡെപ്താണ് നമ്മൾ നോക്കുന്നത്. ഒരു മനുഷ്യൻ വേണ്ട അതാണ് ആ കഴിവ്. നിങ്ങൾ ആ ഫാക്ട്സിനെ കുറിച്ചല്ല, ആ ഫാക്ട്സിൻ്റെ അണ്ടർലൈ ചെയ്യുന്ന കുറേ അധികം പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ ബോധമുള്ളവന് യു ക്യാൻ ലേൺ എനിത്തിങ്. അതാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ കുറച്ച് ഫാക്ട്സുകൾ കാണാതെ പഠിക്കുകയോ പരീക്ഷ പാസ്സാവുകയോ ചെയ്യുക എളുപ്പമാണ്. പക്ഷേ ആ ക്വസ്റ്റ്യനുകൾ ആ രീതിയിലാണ് ചോദിക്കുക, ട്രിഗർ ചെയ്യാൻ വേണ്ടി ആ ഒരു ഓറിയൻറ്റേഷനിലേക്ക് ട്രിഗർ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ കുറച്ച് ഫാക്ട്സ് ഓഫ് കോഴ്സ് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ സ്കില്ലാണ് ഒരാൾ നോക്കുന്നത്. രണ്ടാമത്തെ സ്കില്ല് ഏറ്റവും നല്ലത് കൊളാബറേറ്റിംഗ് സ്കില്ലെന്ന് പറയും. ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. ചില ആൾക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ എൻ്റെ ഏരിയ മാത്രം ഏറ്റവും ബെറ്ററും മറ്റുള്ളവരുടെ എല്ലാം മോശമെന്ന് വിചാരിക്കുന്നൊരു. പക്ഷെ അത് വളരെ പ്രയാസമാണ്. ഒരു സിംഗിൾ ഇൻ്റർവ്യൂവിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എങ്കിലും ചില ചോദ്യങ്ങളിലൂടെ കൊളാബറേറ്റീവ് സ്കിൽസ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ തന്നെ ഒരു ജനറൽ ചോദ്യമാണ്. സാങ്കേതികവിദ്യ, ടെക്നോളജി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് തൊഴിൽ മേഖലയായാലും ഏത് പ്രായത്തിലായാലും ഒരാൾ നിർബന്ധമായും ആർജിച്ചിരിക്കണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സ്കില്ല് സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതായിരിക്കും? ടെക്നോളജി മാറുന്നതനുസരിച്ച് ആ സ്കില്ല് മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫാസ്റ്റ് ലേണിംഗ് സ്കില്ലാണ്. ഇനിയുള്ള കാലഘട്ടത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ അധ്യാപകർ പഠിച്ചു വന്നത് എല്ലാ കൊല്ലവും പഠിപ്പിക്കും. ഒരു 15 കൊല്ലത്തേക്ക് അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയ നോട്ട് മതി 15 കൊല്ലം പഠിപ്പിക്കാൻ. ചിലപ്പോൾ 15ാമത്തെ കൊല്ലം ചിലപ്പോൾ സിലബസിൽ ചെറിയൊരു റിവിഷൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ ദ്രവിച്ച നോട്ടുകൾ നമ്മളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് കോളേജുകളിലൊക്കെ. ഇപ്പോൾ അതൊന്നും അല്ല. ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ ചേഞ്ച് വളരെ ഫാസ്റ്റാണ്. പുതിയ നോളജുകൾ വരുന്ന റേറ്റ് ഓഫ് ഗ്രോത്ത് ഇപ്പോൾ ഇറലവൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പല നോളജിനും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്കുള്ളത് എങ്ങനെ പുതിയ നോളജ് എത്രയും പെട്ടെന്ന് ആർജിക്കാമെന്നും പഴയ പഠിച്ച സാധനത്തെ മറക്കണം. നമ്മൾ മെമ്മറി കുറച്ച് കുറവാണ്, എല്ലാ സാധനവും ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ റെസിഡ്യുവൽ ടൈം ഓഫ് എവറി നോളജ് ഹാസ് കം ഡൗൺ. 10-20 വർഷമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സ്കില്ല് ഒന്നാമത്തെ സ്കില്ലാണ്, ഫാസ്റ്റ് ലേണിംഗ് സ്കിൽ. സെക്കൻഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഏതാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനനുസരിച്ച് അലൈൻ ചെയ്യുക. ഒന്ന് കമ്പ്യൂട്ടർ സ്കിൽസ്. ഇപ്പം നമുക്ക് AI സ്കില്ലായിരിക്കും. AI ഒരു ടൂളാണ്. AI സ്കിൽ ഉണ്ടാകണം. അതില്ലാതെ ഇനി ഒരു കാലഘട്ടത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇലക്ട്രോണിക് സ്കില്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചെങ്കിലും ഞാൻ ഇലക്ട്രോണിക്സ് ഹോബീസ്റ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആ സ്കില്ലന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക്സ്, സിഗ്നൽ പ്രോസസ്സിങ്, സെൻസേഴ്സ്, ഇതൊക്കെ ഞാൻ പഠിക്കേണ്ടി വന്നു. അപ്പോൾ സ്കിൽ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ടൈം. അതാണ്. പക്ഷേ ആ സ്കില്ല് അക്വയർ ചെയ്യാനുള്ള ടൈം ലൈൻസ് ഹാവ് കം ഡൗൺ. അത് ഇന്നത്തെ ടെക്നോളജി കൊണ്ട് നിങ്ങൾക്ക് കുറേ കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ AI കുറിച്ച് പറഞ്ഞല്ലോ. ഈ AI എന്നത് സ്റ്റുഡൻസിൻ്റെ ആരുടെയാണെങ്കിലും ചിന്താശേഷിയെ കട്ട് ചെയ്യുന്ന വെറൊരു ഷോർട്ട് കട്ട് ടൂളായി യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ലേണിംഗ് കമ്പാനിയനായി മാറ്റാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ പാലിക്കേണ്ട ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്തായിരിക്കും? എനിക്കതിനോട് യോജിപ്പില്ല. അതൊരു ചിന്താശക്തിയെ കുറച്ച് കളയുന്ന ഒരു വസ്തുവാണെന്നൊക്കെ പറയുന്നതൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ്. AI ഈസ് അൾട്ടിമേറ്റ്ലി എ ടൂൾ. ഓക്കെ. ഇപ്പോൾ കമ്പ്യൂട്ടർ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ലെറ്ററൊക്കെ അടിച്ച് കമ്പ്യൂട്ടറിൽ PC വന്ന കാലഘട്ടത്തിൽ ലെറ്റർ എഴുതിയെ കൊണ്ട് എൻ്റെ ബോസിനെ കാണിച്ചപ്പോൾ ബോസ് വാസ് സർപ്രൈസ്ഡ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തു ഇത്തരം ലെറ്റർ? അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് വെദർ ദിസ് ദ കമ്പ്യൂട്ടർ ഡിഡ് ഇറ്റ് ഓർ യു ആസ് ദ കമ്പ്യൂട്ടർ ഡു ഇറ്റ് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് അത്രയും പോലും 1980s എൻ്റെ ബോസിന് ഒരു കമ്പ്യൂട്ടറിൽ ലെറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുവിടുക. സോ ദേ കെയിം ഫ്രം എ ഡിഫറെൻറ്റ് ജനറേഷൻ. അപ്പോൾ
ഇന്ന് അതാണ് ഈ വറി. കാരണം ഒരു ജനറേഷൻ അടുത്തൊരു ജനറേഷൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സ്കെപ്റ്റിക്കലാകുകയാണ്. അത്രേ ഉള്ളൂ എ ഐയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എ ഐ ഈസ് എ വണ്ടർഫുൾ ടൂൾ. അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണം. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ റിയലി ഫിനോമിനൽ ഗുണങ്ങളാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വന്നപ്പോൾ ആരും പേടിച്ചില്ല സെർച്ച് എഞ്ചിൻ കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നു. ഇന്ന് എ ഐ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ ലെവലിലാണ് ഉപയോഗിക്കുന്നത്. പല ആളുകളും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ബട്ട് റിയൽ പവർ ഓഫ് എ ഐ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല, പലർക്കും ഇന്നും അറിയില്ല. റിയൽ പവർ ഓഫ് എ ഐ ഈസ് ഇൻ ഹെൽപ്പിംഗ് യു ടു ആക്സിലറേറ്റ് ഡിസ്കവറിയാണ്. അപ്പോൾ ഈ പാർട്ട് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ സമയമെടുക്കും. പ്രത്യേകിച്ചും റിസർച്ച് ആക്സിലറേറ്റ് ചെയ്യുക, പുതിയ ജെനറ്റിക്സ് ആക്സിലറേറ്റ് ചെയ്യുക, ഡ്രഗ് ഡിസ്കവറി ആക്സിലറേറ്റ് ചെയ്യുക, എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ടൈം ലൈൻസ് ഷോർട്ടൻ ചെയ്യുക, എഞ്ചിനീയറിങ്ങിനുള്ള എയ്ഡ് കൊടുക്കുക. ഇത് ഫിനോമിനലാണ്. ഇപ്പം നമ്മൾ എ ഐ ഇപ്പോൾ അക്രോസ് ലാംഗ്വേജസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് നമുക്കറിയാം. ഫിനാൻസ് സെക്ടറിൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അറിയാം. ഇതൊന്നും ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ് ഇപ്പോൾ എ ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാകും, നിങ്ങൾ വിസിബിളി ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റലിൽ സ്ട്രോങ് ആകണുണ്ട് കുറേ കൂടെ സ്ലോലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ഇൻസ്പയർഡ് എ ഐ ഉണ്ട്. അതായത് എ ഐ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ഡ്രിവൺ പ്രോസസ്സാണ്. അതായത് ഒരു ലാർജ് സ്കെയിലായിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺക്ലൂഷനാണ് ഈ എ ഐ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ലേണിംഗ് പ്രോസസ്സിലൂടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കോയിഫിഷ്യൻസിനെ ആൾട്ടർ ചെയ്ത് യു ഡു ദ റിസൾട്ട് ഉണ്ടാക്കുന്നു. പക്ഷേ ഇത് ഡാറ്റ ഡ്രിവൺ ആണെങ്കിലും ഇതിൻ്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ഫിസിക്സ് ആണ്, മാത്തമാറ്റിക്സ് ആണ്. ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല എ ഐ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ എ ഐ എന്ന് പറയുന്നത് ഫിസിക്സ് ഇൻസ്പയർഡോ ഫിസിക്സ് ലേൺഡ് യൂസ്ഡ് എ ഐ ഉണ്ട്. അതായത് ന്യൂട്ടൺസ് ലോസോ ഫ്ലൂയിഡ് ഡൈനാമിക്സോ മാക്സ്വെൽസ് ഇക്വേഷൻസോ ഒക്കെ മീറ്റ് ചെയ്യുന്ന എ ഐ ഉണ്ട്. ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റും. എങ്ങനെ മൂണിൽ പോകാം, ക്യാൻ യു ഡിസൈൻ എ ട്രാജക്ടറി ടു ഗോ ടു മൂൺ. ഇപ്പോൾ എ ഐയോട് പറഞ്ഞാൽ എ ഐക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഫിസിക്സ് ഇൻസ്പയർഡ് എ ഐ വരുമ്പോൾ ഇതൊക്കെ ചെയ്യാം. ക്യാൻ യു ഡിസൈൻ എ റോക്കറ്റ് ഫോർ മീ, ഇറ്റ് വിൽ ഡിസൈൻ എ റോക്കറ്റ് ഫോർ യു പ്രൊവൈഡഡ് ഈ പറഞ്ഞ എല്ലാ പ്രിൻസിപ്പിളുകളും എ ഐക്ക് ഉള്ളിൽ പോകണം. ഇന്നതില്ല, എ ഐയിലില്ല. എ ഐ ഇസ് വെരി വെരി വീക്ക് ഈവൻ ടുഡേ. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒന്നും ഇപ്പോൾ എ ഐക്ക് ചെയ്യാൻ പറ്റില്ല. ഈ എ ഐക്ക് ചെയ്യാവുന്ന എന്താണ്, ലാർജ് ഡേറ്റ ചേൺ ചെയ്തൊരു ലോജിക് ഉണ്ടാക്കാനും അതിനെ വളരെ ചെറിയ സ്പേസിൽ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ തരാൻ്റെ അപ്പുറത്തേക്ക് എ ഐ ഇപ്പോഴും വളർന്നിട്ടില്ല. എ ഐ ഇനി വളരും, ഒരുപാട് രീതിയിൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് നൽകാനും ഒക്കെ ആയിട്ട് വളരും. അന്ന് നമുക്കൊരു ഭയങ്കര ടൂളായിട്ട് മാറും. ഇത് മനുഷ്യൻ്റെ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി സിഗ്നിഫിക്കൻ്റ് എൻഹാൻസ് ചെയ്യുന്നൊരു സാധനമാണ് എ ഐ. അത് യൂസ് ചെയ്യണം, അതിൽ നിങ്ങൾ സ്കിൽഡ് ആവണം, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് കപ്പാസിറ്റി ഉണ്ടാക്കണം. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. അത് എല്ലാ ഡൊമൈനിലും ആവശ്യമുണ്ട്. ഏതെങ്കിലും കാലത്ത് എ ഐ മനുഷ്യന് സർപ്പാസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ മനുഷ്യനെ സർപ്പാസ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് ലെവലിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ഡാറ്റ മനസ്സിലാക്കാൻ മനുഷ്യന് ലിമിറ്റേഷൻ ഉണ്ട്. മനുഷ്യൻ്റെ ബ്രെയിൻ വളരെ ലേണിംഗ് പ്രോസസ്സിന് നമ്മൾ സെൻസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫീഡ് ചെയ്താലേ അത് കിട്ടുള്ളൂ. ഐദർ യു ഹവ് ടു റീഡ് ഓർ യു ഹവ് ടു ലിസൺ. ഈ രണ്ട് പ്രോസസ്സും ലോ ഡാറ്റ റേറ്റ് പ്രോസസ്സുകളാണ്. നിങ്ങൾക്ക് ഒരു സമയം 1 മിനിറ്റ് കൊണ്ട് റീഡ് ചെയ്യാവുന്ന ഇത്രയും കണ്ടൻറ്റേ ഉള്ളൂ, ഇത്ര സമയം കേൾക്കാൻ പറ്റുള്ളൂ. ഈ ഹൈ ഡാറ്റ റേറ്റിൽ ഫീഡ് ചെയ്യാൻ നമുക്കുള്ള ബ്രെയിനിലേക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ലേൺ ചെയ്തിട്ട് പിന്നെ അതിനെ റിട്ടേൺ ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും അതിൽ നിന്ന് ലോജിക്കൽ കൺക്ലൂഷൻസ് ഉണ്ടാക്കാനും മനുഷ്യന് പ്രയാസമുണ്ട്. അപ്പോൾ മനുഷ്യനൊരു ഇൻഹറൻ്റ്ലി ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൊരു മെഷീനാണ്. പക്ഷെ മനുഷ്യന് വേറെ ഒരുപാട് കപ്പാസിറ്റികളുണ്ട്. അത് ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റാത്ത കപ്പാസിറ്റികളുണ്ട്. അപ്പോൾ ചില ഫാക്കൽറ്റീസോ മനുഷ്യൻ്റെ ആണ് എ ഐ ഏറ്റെടുക്കാൻ പോകുന്നത്. അത് എ ഐ വിൽ ബി സുപ്രീം ഇൻ ദാറ്റ്. പക്ഷേ ക്രിയേറ്റിവിറ്റി എന്നൊരു പാർട്ടുണ്ട്. ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പാർട്ട് ഈസി റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സബ്സ്റ്റാൻഷ്യലി ചെയ്യാൻ പറ്റും, പക്ഷേ വളരെ പാർട്ടുകൾ ചെയ്യാൻ പറ്റില്ല. സാറിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് സാറ് വിശ്വസിക്കുന്ന ഒരു പരാജയം? കുറേ കൂടെ സീനിയർ ആയപ്പോഴാണ് നമ്മൾ റോക്കറ്റ് ഡിസൈൻ ചെയ്തത്, SSLV എന്ന് പറയുന്നത്, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിൻ്റെ ഫസ്റ്റ് വിക്ഷേപണം പരാജയമായിരുന്നു. അത് ഞാൻ ആ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഒരുപാട് റീസണുകളുണ്ട് ഫെയിലറുകൾ ഉണ്ടായതിന്, പല റീസണുകൾ. ഒന്ന് ഡൊമൈൻ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടുണ്ടാവും, ചിലത് ഓവർ കോൺഫിഡൻസ് കൊണ്ടുണ്ടാവും. രണ്ട് സംഭവിക്കും. ഇസ്രോയിലും ചില ആളുകളൊക്കെ ഉണ്ട് റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴുന്നവരൊക്കെ ഉണ്ട്. എന്താണ് കൾച്ചറൽ ചേഞ്ച് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ബിസിനസ്സിനെ പണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. അത് വളരെ കുറച്ച് ഫാമിലികളിലുണ്ട്. ഹൗ ടു കണ്ടക്ട് ബിസിനസ് ആൻഡ് ബിസിനസ് ആണ് ആക്ച്വലി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. സർക്കാരാണ് പണം ഉണ്ടാക്കുന്നതെന്നും ആ പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ജോലിക്കാരനാകണമെന്നുമാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് പരാജയങ്ങളൊക്കെ കഴിഞ്ഞ് തഴക്കവും പഴക്കവും വന്ന് വിജയിച്ചവരെ ഇവിടെ ബിസിനസ്സുകാരായിട്ടുള്ളൂ. ക്രിയേറ്റിവിറ്റി കൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് ഒരാൾക്കും വലിയ ബോധമൊന്നുമില്ല.
മുറിക്കകത്ത് അടച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ഒരു റിയൽ പ്രോബ്ലത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. സൊസൈറ്റിയിലെ പ്രോബ്ലത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരുത്തിനും ഒന്നും ആവാൻ പറ്റില്ല. വെറും ഒരു മാസത്തെ എഫേർട്ട് കൊണ്ട് 10-50 കോടി രൂപ ഈ ഇൻവെസ്റ്ററിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിന്ന് പയ്യന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്ത്. എന്തുകൊണ്ട് ഇവിടെ അത് നടക്കുന്നില്ല ആ സ്കെയിലിൽ?